Hi friends. One of few of my friends, not one, like few of my friends asked me that Malayalam, you can do videos in Malayalam also. So ഇന്ന് ഞാൻ മലയാളം സംസാരിക്കാം. ഞങ്ങളുണ്ടല്ലോ ഇന്നലെ ഒരു ഒരു മിക്സി തപ്പിപ്പോയി കേട്ടോ. മിക്സി നമുക്ക് മലയാളികൾക്ക് ആവശ്യമാണല്ലോ. ഈ മീൻസ് ഈവൻ ഫോർ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഓൾസോ ഇഫ് യു ആർ മേക്കിംഗ് ലൈക്ക് ഗോയിങ് ടു മേക്ക് സം പാലക് പനീർ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് മിക്സി വേണം, ബ്ലെൻഡർ വേണം, പ്രോപ്പർ ഗ്രൈൻഡർ വേണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ തേടിപ്പോയി. ഇവിടെ എൻ്റെ ദൈവമേ, ഇവിടെ ബ്ലെൻഡറാണ് ഫുൾ, ലൈക്ക് അഷേക്ക് അടിക്കുന്ന സാധനം, ആ ബ്ലെൻഡർ അതുപോലത്തെ പല തരത്തിൽ. ആൻഡ് ദാറ്റ് ടു നോട്ട് കോസ്റ്റ്ലി. ഓക്കെ, നമ്മുടെ ഇവിടെ കാനഡയിൽ ഇലക്ട്രോണിക്സ് ആർ നോട്ട് ദാറ്റ് കോസ്റ്റ്ലി. ഞാൻ നോക്കിയെടുത്തോളം ഇപ്പം ഞാനാണെങ്കിൽ അവിടുന്ന് കുറേ സാധനങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നായിരുന്നു. ബട്ട് ഐ തിങ്ക് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലും അത് ബെറ്റർ ആയിരുന്നു. ഞാൻ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെയാണ് എനിക്ക് എപ്പോഴും ഉപകരിച്ചത്. ബിക്കോസ് ഞാൻ ഇന്നലെ ഞാനാണെങ്കിൽ എന്നും ഇങ്ങനെ സ്റ്റോഴ്സ് ഇറങ്ങി നടക്കലാണ്. എന്നിട്ട് ഞാൻ നോക്കുന്നത് എന്താണ്, ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളേക്കായി വില കുറഞ്ഞ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബട്ട് താങ്ക് ഗോഡ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എനിക്ക് എന്തായാലും ഉപകാരമുള്ളതൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ബാക്കി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പ്ലാസ്റ്റിക്സ് ആൻഡ് ഗ്ലാസ് വെയേഴ്സ് ഇവിടെയാണ് വില കുറവ്. അപ്പം അത് ഞാൻ കൊണ്ടുവന്നിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഈ മിക്സിയുടെ കാര്യം, എൻ്റെ ദൈവമേ എന്ത് വിലയാണ്! ഞാൻ നോക്കുന്ന പ്രോപ്പർ ഈ ഫുഡ് പ്രൊസസ്സേഴ്സ് ഒക്കെയാണ് ഇവിടെ കൂടുതലും. പിന്നെ ഞാൻ നോക്കുന്ന ഈ ഗ്രൈൻഡർ കം ബ്ലെൻഡർ സാധനത്തിനൊക്കെ ആണെങ്കിൽ എന്നാ വിലയാണ്, ലൈക്ക് $200 ദാറ്റ് ഈസ് അറൗണ്ട് ലൈക്ക് 10,000, more than 10,000 rupees it's going to cost you. എൻ്റെ തല കറങ്ങിപ്പോയി. അപ്പോൾ ഈ ജന്മത്ത് എന്തായാലും എനിക്ക് കാനഡയിൽ നിന്ന് ഒരു മിക്സി മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മേടിക്കാനും പോകുന്നില്ല. ഇത്രയും പൈസ കൊടുത്ത് ആരും മേടിക്കുന്നു. പിന്നെ എനിക്കെന്തായാലും മതിയായി അത് കണ്ടിട്ട്. അപ്പോഴാണെങ്കിൽ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് മലയാളികളുണ്ടെന്ന്. അപ്പോൾ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറയുമോ, അയ്യോ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ എന്നോട് ഇതാരും പറഞ്ഞില്ലായിരുന്നു. മിക്സിയുടെ കാര്യം എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആവശ്യമില്ലാത്ത തുണികളെല്ലാം ദൂരോട്ട് എടുത്ത് എറിഞ്ഞിട്ട് മിക്സി എടുത്ത് വെച്ചേനെ. അത് ഭയങ്കര അത്യാവശ്യമല്ലേ. ഒരു ദോശയോ ഒരു ഇഡ്ഡലിയോ എന്തെങ്കിലും ഞാൻ കഴിക്കത്തില്ല, ബട്ട് സ്റ്റിൽ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വിളിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകരിച്ചേനെ. അങ്ങനെ ബട്ട് യെറ്റ് ഫൈൻ, ഇനിയിപ്പം ഇല്ലാത്തതില്ല, എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഗൈസ്, ഞാൻ പറയാൻ വന്നത് എന്താണ്, നിങ്ങൾ ഇങ്ങോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിക്സി അവിടുന്ന് കരുതുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആണെങ്കിൽ നല്ല സ്മോൾ കോമ്പാക്ട് സൈസിൽ ഇങ്ങനത്തെ നല്ല കുഞ്ഞു ജാറും ഒക്കെ ആയിട്ട് 3,000 to 5,000 റേഞ്ചിൽ നല്ലൊരു മിക്സി ഗ്രൈൻഡർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. അത് പറയാനായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് വീഡിയോ. ഓക്കെ, ബൈ.